ഹായ്, ഞാൻ പ്രീത. കാതിലോലയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സെയിലിൻ്റെ വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിലത്തെ ഓരോ ഐറ്റംസ് നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഡിഫറെൻറ്റ് മെറ്റീരിയലും ഡിഫറെൻറ്റ് പാറ്റേണിലുള്ളതാണ് ഇന്നത്തെ ഡ്രസ്സുകൾ. ലിമിറ്റഡ് സ്റ്റോക്കാണ്, അതുകൊണ്ട് എത്രയും വേഗം ഓർഡർ തരാൻ ശ്രമിക്കും. ജോർജറ്റിൽ വരുന്ന 2 പീസ് ഡ്രസ്സ്, അതായത് കോഡ് സെറ്റ് എന്ന് പറയാം, അതാണിത്. റൗണ്ട് നെക്കും അതുപോലെ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഗ്യാപ്പ് കാണാം. അങ്ങനെ ഒരു കട്ടിങ് ആണത്, ഓവൽ ഷേപ്പിലുള്ള ഒരു കട്ടിങ്. അതിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ഫാഷൻ ആയിട്ടുള്ള ഒരു ഡിസൈനർ ബട്ടൺ കാണാം. ഇവിടെ ഇങ്ങനെ ഒരു ജോയിൻറ്റ് ചെയ്യാനുള്ളൊരു കണ്ണി പോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാക്കാം. ഇവിടെയൊക്കെ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത്. എംബ്രോയിഡറി വർക്കും ഈ മോട്ടി വർക്കും അതുപോലെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. ഫോൾസ് മിറർ വർക്കാണ്. പിന്നെ സ്ലീവിൽ ലൈനിങ് ഇല്ല, സ്ലീവ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ലൈനിങ്. ഇങ്ങനൊരു ലൈനാണ് ഇതിൽ പോയിട്ടുള്ളത്. ഇതിൻ്റെ നടുവിൽ ഒരു ഫോയിൽ പ്രിൻറ്റിൻ്റെ പോലെ തോന്നിക്കും, എന്നാൽ അത് പ്രശ്നമുള്ളതല്ല. നല്ല ആവശ്യത്തിന് മാത്രം ഒരു ഷൈനിങ് ഉള്ള നല്ല ഒരു സ്റ്റാൻഡേർഡ് പീസാണ്. ഇവിടെ ഇങ്ങനൊരു കട്ടിങ് പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പാണിത്. ഫ്രണ്ടിൽ 39 ഇഞ്ച് ലെങ്ത്തും അതുപോലെ ബാക്കിൽ ഒരു 2 ഇഞ്ച് കൂടി കൂടും. അതാണ് അങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഈ ഒരു പാറ്റേൺ ആണിത്. പിന്നെ നല്ല മൽക്കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ഫുള്ളായിട്ട് ഇതിന് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോഡ് സെറ്റ് ആണല്ലോ, അപ്പോൾ അതിന് പാൻറ് ഉണ്ട്. പാൻറ് പലാസോ മോഡലാണ്. നല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റൈലിഷ് പീസാണെന്ന്. ഒരു പലാസോ മോഡലിലുള്ള പാൻറ്. ഈ പലാസോയ്ക്കും ലൈനിങ് ഉണ്ട്, അതിനും ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ടിട്ടും മറ്റേത് പാൻറ് പോലെയുള്ളതാണ്. നല്ല സ്റ്റൈലുള്ള ലൂസ് പലാസോ പോലെ നല്ലൊരു പീസാണ്. ഇത് മീഡിയം ടു XXL സൈസിലാണ് ഉള്ളത്. നല്ല ഡിമാൻഡ് ഉള്ളതാണ്. നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എത്രയും വേഗം ഓർഡറുകൾ തരാൻ ശ്രമിക്കുക. ഇവിടെയൊക്കെ നല്ല സ്റ്റൈൽ ആൻഡ് പീസാണ്. റൗണ്ട് നെക്കാണ്. പ്രീമിയം കോട്ടണിൽ പെട്ടിട്ടുള്ള ജയ്പൂർ കുർത്തിയാണത്. ജയ്പൂർ കോട്ടനാണ്, പ്രീമിയം ടൈപ്പാണ്. ഇത് ഈ നെക്കിൻ്റെ ഒരു പോർഷൻ്റെ ഒരു സ്റ്റൈൽ നോക്കും, ഇങ്ങനെയായിട്ടാണ് വരുന്നത്. കണ്ടല്ലോ, ഇവിടെ ബി പോലെ, പക്ഷേ കട്ടിങ് ഇവിടെ റൗണ്ട് നെക്കാണ്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കണം. ഇവിടെ എന്താ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്, റണ്ണിങ് സ്റ്റിച്ചിങ് പോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം എംബ്രോയിഡറി വർക്കാണ്. എംബ്രോയിഡറി വർക്കും ഫാൻസി മിറർ വർക്കിൻ്റെ ഒരു ബഹളാണ് ഇവിടെ. അത്രയും സ്റ്റൈലായിട്ട് നല്ല ഒതുക്കത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. അറ്റത്ത് ഇങ്ങനെ നല്ല ക്രോഷ്യോ ലേസ് കാണാം. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും നല്ല ഒരു എംബ്രോയിഡറി വർക്കും മറ്റേ ഫോൾസ് മിറർ വർക്കിൻ്റെ ഒരു ഭംഗി കാണാം. സ്ലീവിൻ്റെ കഴിഞ്ഞു. ഇത് ഇനിയിപ്പോൾ സൈഡാണ്, സ്ലിറ്റുള്ള ടൈപ്പാണ്. ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം കട്ടിയുള്ള വളരെ സോഫ്റ്റും ആയിട്ടുള്ള, എങ്ങനെ വേണമെങ്കിൽ വാഷ് ചെയ്യും, വാഷിംഗ് മെഷീനിലോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിൽ വാഷ് ചെയ്താലും യാതൊരു പ്രശ്നവുമില്ലാത്ത ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പീസാണിത്. ബാക്ക് പോർഷനിലും സെയിം ഡിസൈനും കാര്യങ്ങളും വരുന്നു. ഒരു മെഹന്തി ഡിസൈനാണിത്. കളറാണ് മെയിൻ കളർ, മെയിൻ തീം ഇതിലൊരു മെഹന്തിയാണ്. അതിൽ പീച്ച് ഷെയ്ഡ്, അതുപോലെ ഒരു യെല്ലോ, അങ്ങനെയൊക്കെയുള്ള ചില ഷെയ്ഡുകളും കൂടി വന്നിട്ടുണ്ട്. ഈ കോട്ടൻ്റെ മൽക്കോട്ടൻ്റെ നല്ല ദുപ്പട്ട ഈ കുർത്തിയേക്കാളും കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ്. സെയിം കളർ ടോൺ തന്നെ എങ്കിലും ചെറിയൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഇങ്ങനെ വരും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ്. പാൻറ്റ് നല്ല പ്യുവർ കോട്ടണിൽ പെട്ടിട്ടാണ്. അതിൻ്റെ അറ്റത്തും സെയിം മെറ്റീരിയലിൻ്റെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ആവശ്യത്തിന് ശരിയായിട്ടുള്ള സൈസ് ഉണ്ട്, യാതൊരു പ്രശ്നവുമില്ല. എങ്ങനെയായാലും കൂടുതലേ ഉണ്ടാവുള്ളൂ സൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതിനേക്കാളും. സൈഡിൽ 2 സൈഡിലും പോക്കറ്റോട് കൂടിയിട്ടുള്ള നല്ല സുന്ദരൻ പീസാണിത്. അപ്പോൾ ഇത് 40, 42 എന്നുള്ള സൈസിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം ഓർഡർ ചോദിക്കുക, കാരണം അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള നല്ല പ്യുവർ കോട്ടനാണ്. പ്യുവർ മസ്ലിൻ സെറ്റാണിത്. 3 പീസാണ്. എല്ലാം മസ്ലിനാണ്, കംപ്ലീറ്റ് മസ്ലിൻ്റെ ഒരു സെറ്റാണിത്. ഇതിൽ ബ്ലൂവിൻ്റെ പല ഷെയ്ഡുകളാണ്. ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ തൊട്ടിട്ട് ലൈറ്റ് ബ്ലൂ, പിന്നെ അതിന് മിഡിൽ വരുന്ന ഒരു ബ്ലൂ, എല്ലാം അങ്ങനെ വരുന്നുണ്ട്.
ഫോയിൽ പ്രിന്റ് പോലെ ഉള്ള ഓരോ പ്രിന്റ് കാണാം. മസിലില്ലായതുകൊണ്ട് നല്ല ധൈര്യമായിട്ട് നമുക്കത് സെലക്ട് ചെയ്യാം, യാതൊരു പ്രശ്നവും വരില്ല. അത് നല്ല സ്റ്റൈലായിട്ടാണ്. ഒരു ആ നേവി ബ്ലൂ പോലെയുള്ള ആ ഒരു പോർഷനിൽ മാത്രമാണ് ആ ഒരു ഷൈനിങ് നമുക്ക് കാണുന്നത്. ചെസ്റ്റ് പോർഷൻ ഇങ്ങനെ നല്ല ഭംഗി റൗണ്ട് നെക്കും ഇവിടെ ഒരു വി പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ടും ജെരി വർക്കാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ജെരി വർക്ക്. സ്ലീവ് 3/4 സ്ലീവാണ്. ഇതിന് ലൈനിങ് കോട്ടൻ്റെയാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത്. സൈഡ് സ്റ്റിച്ചുള്ളതും ലൈനിങ് ഉള്ളതുമാണ്. നല്ല സുന്ദരം ദുപ്പട്ടയാണ്. ഇതിൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. നല്ലൊരു ഡിസൈനാണിത്. ഈ അറ്റത്തെല്ലാം ലൈറ്റ് ബ്ലൂ ഷെയ്ഡുകൾ വരുന്നിരിക്കുന്നു. നടുവിൽ ഫുള്ളും ഡാർക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇത് ബോർഡർ പോലെ അറ്റത്തും ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, എന്നാൽ അത്യാവശ്യം ഹെവിയാണ്. അങ്ങനെയുള്ള ഒരു ഭംഗിയുള്ള ഒരു പീസാണ്. ഡാർക്ക് ബ്ലൂവിൽ വരുന്ന പാൻറ് മസ്ലിനാണ്. സൈസ് 40ഉം 42ഉം മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 40 ആൻഡ് 42 XL ആൻഡ് ലാർജ് സൈസിൽ മാത്രം. പ്യുവർ കോട്ടന്റെ ഒരു ഹെവി സെറ്റാണിത്. പ്യുവർ കോട്ടൺ ആണ്, ഹെവി സെറ്റ്. ഇവിടെ ഒരു വി ഷേപ്പ് ആയിട്ട് വരുന്നു. ഇങ്ങനെ ആ ഒരു ചെസ്റ്റിന്റെ മോൾ ഭാഗത്തായിട്ട് ആ നെക്ക് കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഒരു ബാൻഡ് പോലെ ഉണ്ട്. അതിൽ സീക്വൻസ് വർക്കും ജെരി വർക്കും കാണാം. വളരെ നല്ല ക്യൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാം ഹാൻഡ് വർക്ക് ഉണ്ട്. ഈ ചെസ്റ്റ് പോർഷനിൽ ഹാൻഡ് വർക്ക്. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇതിന് പാരലായിട്ട് വേറൊരു ബാൻഡ് പോലെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം വളരെ ചെറിയ ഗാദറിങ്സോട് കൂടിയിട്ടാണ്. നല്ല കോട്ടനാണ്. ഇതാ നല്ല സ്റ്റൈലനായിട്ടുള്ള ഒരു പ്രിൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. 2 ടസൽസ് 2 ഭാഗത്തും ടസൽസ് വന്നിട്ടുണ്ട്. ഇതിനൊരു 50 ഇഞ്ചോളം വരും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. താഴെയും ഒരു ബോർഡർ പോലെ വന്നിട്ടുണ്ട്. ഒരു ബോർഡർ പോലെ ഡിസൈൻ വന്നിരിക്കുന്നു. ഫുൾ സ്ലീവ് പോലെയാണ്. സ്ലീവ് നല്ല ലെങ്ത്താണ്. ധാരാളം തുണി വന്നിട്ടുള്ള നല്ലൊരു സെറ്റാണത്. ധാരാളം തുണി ഇതിൽ കയറിയിട്ടുണ്ട്. എങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ്. ബാക്ക് പോർഷനും അതേപോലെ പ്ലെയിൻ അല്ല. ആ ഡിസൈനുകളൊക്കെ ബാക്ക് പോർഷനും നമുക്ക് കാണാം, ബാക്കിലും കാണാം. അതുപോലെ ദുപ്പട്ട നല്ല ഭംഗിയുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള കുറേ ഡിസൈൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. വളരെ ചെറുതാണ്, ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയും അതിനുണ്ട്. കോട്ടണിൽ തന്നെ വരുന്ന പാൻറ് പ്ലെയിൻ ആണ്. ഇതൊരു പീകോക്ക് ബ്ലൂവിൽ പെടും. ആ ഒരു ബ്ലൂ ആണ് ഇത്. ആ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ അങ്ങനെ ഒന്ന് പറയാം. ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. കറക്റ്റ് മാച്ച് ആയിട്ടുള്ള പാൻറ്. ഇത് മീഡിയം ലാർജ് ആൻഡ് ഡബിൾ XL. മീഡിയം ലാർജ് ആൻഡ് ഡബിൾ XL സൈസിൽ കിട്ടും. XXL ഉണ്ട്. ഇതൊരു റൂബി റെഡ് അങ്ങനെ പറയാം. ആ ഒരു റെഡിൽ വരുന്നതാണ്. ടൊമാറ്റോ റെഡ് അല്ല, റൂബി റെഡിൽ വരുന്നതാണ്. പീനക്കായിട്ട് ഇവിടെ എല്ലാം ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇവിടെ ഹാൻഡ് വർക്കിൻ്റെ ചെയ്തിരിക്കുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്, വളരെ ഒതുക്കത്തോട് കൂടിയിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നല്ല ചെറുതായിട്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. 45 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. സൈഡിൽ സ്റ്റിച്ചുള്ളതാണ്. ബാക്ക് ഇങ്ങനെ ദുപ്പട്ട നല്ല നീളവും വീതിയും ഒക്കെ നല്ല ലാവിഷായിട്ട് തന്നെയുള്ള ഒരു ദുപ്പട്ടയാണിത്. കളർ തീം അതന്നെ അതേ ആ ഒരു റെഡിൻ്റെ തന്നെ. പിന്നെ ഇതാ സൈഡിലായിട്ട് അടിയിലായിട്ട് ആ ഒരു ടോപ്പിൻ്റെ ഡിസൈൻ തന്നെ വന്നിരിക്കണം. 6 ആഗോട് കൂടിയിട്ടുള്ള ഇവിടെ ഒരു ഡിസൈനും ഉള്ളിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നത്. നല്ല നീളം വീതിയുണ്ട്. വളരെ ലാവിഷായിട്ട് നല്ല വീതിയൊക്കെയുള്ള നല്ല ഹൈറ്റുള്ളവർക്കും വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പീസാണ്. ഇത് ലാർജ് സൈസിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് വേറെ സൈസുകാർ ചോദിച്ചിട്ട് നമുക്ക് തരാൻ നോക്കിയില്ല. ഫുള്ളി ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പാൻറ്റൊക്കെ കറക്റ്റ് സൈസും എല്ലാം ഉണ്ടാവും. 45 ഇഞ്ച് ലെങ്ത്. അജ്രക്കിൻ്റെ ഡിസൈൻ വരുന്ന പ്രീമിയം കോട്ടൺ എന്ന് തന്നെ പറയാം. ജയ്പൂർ കുർത്തിയാണ്. ചെറുതായിട്ട് ഇവിടെ ഒരു ചൈനീസ് കോളർ പോലെ ഇവിടെ മനക്ക് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു യൂനെക്കാണ്. അതുപോലെ അങ്കരക്ക സ്റ്റൈലിലായിട്ട് എ ലൈനിൽ വരുന്ന അങ്കരക്ക സ്റ്റൈലിൻ്റെ ഒരു കട്ടിങ് ആണത്. പാറ്റേൺ ഇവിടെ എല്ലാം ജെരി വർക്ക് പോലെ വന്നിട്ടുണ്ട്. ലേസ് വെച്ച മാതിരിയാണ് ഇവിടെ. അതിൽ ഫാൻസി മിററിൻ്റെ ഒക്കെ വർക്കാണ്.
ഇവിടെ ടസൽസ്, ഇവിടെ ടൈ ചെയ്യുന്ന പോലെയുള്ള ടസൽസ് ജസ്റ്റ് ഒരു ഫാൻസിക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. വൺ സൈഡ് ഇങ്ങനെ പോകും. ഇവിടെ എല്ലാം മജ്രക്കിൻ്റെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. സ്ലീവിൽ അതുപോലെ തന്നെ എൻഡിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ഡിസൈനും വന്നിരിക്കുന്നു. ബാക്ക് പോർഷൻ ഫുള്ളി ആ ഒരു അജ്രക്കിൻ്റെ ഡിസൈൻ മാത്രമാണ് ബാക്കിൽ കാണുന്നത്. ദുപ്പട്ട കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ളതാണ്. ഡാർക്ക് ബ്രൗണും ഒരു ബ്രിക്ക് റെഡ് പോലെയുള്ളതും ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ളതാണ്. ഇതിന് വളരെ ആപ്റ്റായിട്ടുള്ള ഇതൊരു കുറച്ചൊരു ലൈറ്റ് കളർ ആയതുകൊണ്ട് ദുപ്പട്ട നല്ല ഡാർക്ക് ഷെയ്ഡിൽ വന്നപ്പോൾ ആ ഒരു സെറ്റിന് തന്നെ ഒരു നല്ല ഒരു പ്രത്യേക ഭംഗി നമുക്ക് തോന്നും. പാൻറ് ചെറുതായിട്ടുള്ള ആ ചെറിയ ഒരു ഡിസൈൻ വളരെ ക്യൂട്ടായിട്ടാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. ഇത് 38 സൈസ്, അതായത് മീഡിയം സൈസിൽ മാത്രമാണ് ഇപ്പോൾ ഒരേ ഒരു സൈസിൽ മാത്രം അവൈലബിൾ ആയിട്ട് ഉള്ളതാണ്. ധാരാളം ഫ്ലയറോട് കൂടിയിട്ടുള്ള കോട്ടണിൽ വരുന്ന കുർത്തിയാണ്. ധാരാളം ഇത് പാനലോട് കൂടിയിട്ടുള്ള ചെറുതായിട്ട് വളരെയധികം പാനലുകൾ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ആ ഒരു പ്രിൻ്റ് തന്നെ അതിൻ്റെ നല്ലൊരു സ്റ്റൈലാണ്. സെയിം പ്രിൻ്റ് തന്നെയാണ് ചെസ്റ്റിൽ വന്നിരിക്കുന്നത്. അതിന് ഔട്ട്ലൈനായിട്ട് ജെനി വർക്ക് വളരെ സുന്ദരമായിട്ടാണ് ആ വർക്ക് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ചെസ്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന മാതിരിയാണ്. അതിന് കോട്ടപ്പത്തിയുടെ ലേസ് നല്ല ഒരു എന്താ പറയുക ഡെക്കറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ്. സ്ലീവിൻ്റെ അറ്റത്തും കോട്ടയുടെ ലേസ് കാണാം. ബാക്ക് പോർഷൻ ആകുമ്പോഴും അതേപോലെ തന്നെ ധാരാളം പാനൽ കട്ട് കാണാം. പ്ലെയിൻ ആയിട്ടുള്ള ഒരേ ഡിസൈൻ തന്നെയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള സെയിം ആ ഒരു പ്രിന്റിൽ വരുന്ന നല്ല മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട വളരെ ഒതുക്കത്തോട് കൂടിയിട്ട് പ്രീമിയം ടൈപ്പാണിത്. സാധാരണയല്ല, പ്രീമിയം ടൈപ്പ് കോട്ടണിൽ പറ്റുന്നതാണ്. എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ ഒരു കളറിന് യാതൊരു വക ഒരു കളർ ബ്ലീഡിങ് അതുപോലെ തന്നെ ഒരു ഡിമാവൽ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട നല്ലൊരു സംഗതിയാണ്. പാൻറ് വളരെ ചെറിയ മോട്ടിഫോട് കൂടിയിട്ടുള്ള സ്റ്റൈലാണ്. വളരെ ആക്റ്റാണ് ഈ ഡിസൈനിന്. ഇത് മീഡിയം, ലാർജ്, എക്സ് എന്നുള്ള സൈസിൽ മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം, ലാർജ് ആൻഡ് എക്സൽ സൈസ് 47 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രോക്കാണത്. പാൻറ്